ഇങ്ങനെ 24 മണിക്കൂറും പണിയെടുക്കാനൊന്നും എനിക്ക് പറ്റൂല, 24 മണിക്കൂറും ജോലി ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല എന്ന് നമുക്ക് പറയണം. അത് ഹിന്ദിയിലാണ് പറയേണ്ടത്. എങ്ങനെ നോക്കാം? 24 घंटा काम नहीं कर सकता हूँ मुझे, 24 घंटा काम नहीं कर सकता हूँ, 24 घंटा 24 മണിക്കൂർ. ഈ ആദ്മി 24 घंटा बात करते रहते हैं, 24 മണിക്കൂറും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് 24 എണ്ണീറ്റൊന്നും അല്ല നമ്മൾ പറയുന്നത്, ദിവസം മുഴുവനും സാരേ ദിൻ, അതാണ് സാരേ ടൈം, സാരേ വക്ത്. സാരേ എന്നാണ് അവിടെ ഉപയോഗിക്കുക, എല്ലാ സമയവും എന്നർത്ഥം. എല്ലാ സമയവും പണിയെടുത്തേക്കാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ പറയാം. സാരേ ദിൻ ഐസാ കാം നെഹി കർ സക്താ ഹൂം, എനിക്ക് അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ സാരേ ദിൻ എന്നും പറയാം. 24 घंटा ഈ ആദ്മി 24 घंटा ഐസാ ബാത് കർ റേ, 24 മണിക്കൂറും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വേർഡുണ്ട്, ഹമേഷ എന്ന് പറയാം. ഹമേഷ കാം മേ മസ്റൂഫ് മുझे नहीं चाहिए, പണി 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 പണി, ജോലി ജോലി ജോലി, അത് തന്നെ പറയാൻ നിന്നെ കിട്ടൂല. അതാണ് ഹമേഷ. ഹമേഷ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും, ഫുൾ ടൈമിന് ഹമേഷ എന്ന് പറയും. നമ്മൾ സാധാരണ ആളുകൾ കണ്ട് പിരിയുമ്പോൾ പറയുന്നത് ഹമേഷ ദുആ കീജിയേ, എപ്പോഴും ദ്വാരക്കാൻ വേണ്ടി പറയണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഹമേഷ മെരലിയെ ദുആ കീജിയേ, എനിക്ക് വേണ്ടി എപ്പോഴും താങ്കൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. ഹമേഷ ഹമേഷ ദുആ കീജിയെ, ദുആ കർണ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിനാണ് ഇവർ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ 3 വാക്ക് നമ്മൾ പഠിച്ചു. ഒന്ന് ഹമേഷ, ആ ഹമേഷ എന്നുള്ളത് നല്ല വാക്കാണ്. ഹമേഷ യാദ് രഖോ, ഹമേഷ ബാത്, ഹമേഷ യാദ് രഖോ, എപ്പോഴും ഓർത്തിരിക്കണം. ഹമേഷ മേരെ ലിയേ ദുആ കറോ, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അതൊന്ന് ഹമേഷ. മറ്റൊന്ന് സാരേ ദിൻ, ഫുൾ ടൈം, എല്ലാ ദിവസവും. സാരേ വക്ത് അല്ലെങ്കിൽ സാരേ സമയ്. ഓക്കെ, മൂന്നാമത്തെ ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് 24 घंटा. ഓക്കെ, ഇങ്ങനെ റിയാലിറ്റിയിൽ നിന്ന് ഹിന്ദിക്കാരോടൊപ്പം ജീവിച്ച് കിട്ടുന്ന അറിവ് അത് ചെറുതല്ല. അതിനാണ് ഹിന്ദി യൂണിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള റിയലി അക്ഷരങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഹിന്ദി സംസാര ഭാഷ സരളമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തന്നെ ഹിന്ദി യൂണിറ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിവും അറിവും വർദ്ധിപ്പിക്കാവുന്നതാണ്. ഖുദാ ഹാഫീസ്.